നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്ക് വിളിച്ചു പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലവും ആകുന്നു. അവനെ തിന്ന് കളയുന്നവരെ ഒക്കെയും കുറ്റക്കാരായി തീർക്കും, അവർക്ക് ദോഷം അനുഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിലെ സകല വംശങ്ങളും ആയുള്ളവരെ, യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളും ഉള്ള ദേശമായി, വരൾച്ചയും ഊരിലും ഉള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമി കൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ട് വന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി, എൻ്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനം ഇല്ലാത്തവയോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ കിത്തീയരുടെ ദ്വീപുകളിലേക്ക് കടന്നു ചെന്ന് നോക്കുവീൻ. കേദാരിലേക്ക് ആളയച്ച് നല്ലവണ്ണം അന്വേഷിച്ച് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവീൻ. ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവർ ദേവന്മാർ അല്ലതാനും. എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനം ഇല്ലാത്തതിന് പകരം മാറ്റി കളഞ്ഞിരിക്കുന്നു. ആകാശമേ, ഇരുങ്കിൽ വിസ്മയിച്ച് ഭ്രമിച്ച് ഏറ്റവും സ്തംഭിച്ച് പോകുവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇസ്രായേൽ ദാസനോ വീട്ടിൽ പിറന്ന അടിമയോ അവൻ കവർച്ചയായി തീർന്നിരിക്കുന്നത് എന്ത്? ബാലസിംഹങ്ങൾ അവന്റെ നേരെ അലറി നാദം കേൾപ്പിച്ച് അവന്റെ ദേശത്തെ ശൂന്യമാക്കി. അവന്റെ പട്ടണങ്ങൾ വെന്ത് നിവാസികൾ ഇല്ലാതെയായിരിക്കുന്നു. നോഫ്യരും തക്പനേസ്യരും നിന്റെ നെറുകയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ വഴി നടത്തിയപ്പോൾ അവനെ ഉപേക്ഷിച്ചതുകൊണ്ടല്ലയോ നീ ഇത് സമ്പാദിച്ചത്? ഇപ്പോഴോ മിസ്രയീമിലേക്കുള്ള യാത്ര എന്തിന്? ശീഹോമിലെ വെള്ളം കുടിപ്പാനോ? അശൂരിലേക്കുള്ള യാത്ര എന്തിന്? ആ നദിയിലെ വെള്ളം കുടിപ്പാനോ? നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്ക് ഇല്ലാതിരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആകുന്നു എന്നുള്ളത് അറിഞ്ഞ് കണ്ടുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. പണ്ട് തന്നെ നീ നുകം തകർത്ത് നിന്റെ കയറ് പൊട്ടിച്ചു. ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഉയർന്ന കുന്നിന്മേലൊക്കെയും പച്ചയായ വൃക്ഷത്തിൻ കീഴൊക്കെയും നീ വേശിയായി കിടന്നു. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ ഒരുപാട് പ്രധാന വാക്യങ്ങളുണ്ട്. അതിൻ്റെ 2-ാം വാക്യം, നീ ചെന്ന് യെരൂശലേം കേൾക്ക് വിളിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചാർന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും
വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇനി അതിൻ്റെ 11-ാമത്തെ വാക്യം. ഒരു ജാതി തങ്ങളുടെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവർ ദേവന്മാരല്ല താൻ. എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റി കളഞ്ഞിരിക്കുന്നു. 13-ാം വാക്യം. എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുടിച്ചിരിക്കുന്നു. 10-ാം വാക്യം. ആ നദിയിലെ വെള്ളം കുടിപ്പാനോ? നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവും ആകും. ഇനി അതിൻ്റെ 21-ാം വാക്യം. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? 26-ാമത്തെ വാക്യം. കള്ളനെ കണ്ട് പിടിക്കുമ്പോൾ അവൻ ലജ്ജിച്ച് പോകുന്നത് പോലെ ഇസ്രായേൽ ഗൃഹം രക്ഷിച്ചു പോകും. അവരും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും തന്നെ. 27-ാം വാക്യം. അവർ മരത്തോട് നീ എൻ്റെ അപ്പനെന്നും കല്ലിനോട് നീ എന്നെ പ്രസവിച്ചവൾ എന്നും പറയുന്നു. അവർ മുഖമല്ല മുതുകത്രേ എങ്കിലേക്ക് തിരിച്ചത്. എന്നാൽ കഷ്ടകാലത്ത് അവർ നീ എഴുന്നേറ്റ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയും. നീ ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ദേവന്മാർ എവിടെ? കഷ്ടകാലത്ത് നിന്ന് രക്ഷിപ്പാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ. 32-ാം വാക്യം കൂടെ. ഒരു കന്യക തൻ്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തൻ്റെ അരക്കച്ചയും മറക്കുമോ? എന്നാൽ എൻ്റെ ജനം എണ്ണമില്ലാത്ത നാളായി എന്നെ മറന്നിരിക്കുന്നു. 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച ഇസ്രായേലിൻ്റെ യൗവനം മുതൽ, അതായത് മിസ്രൈമ്യ വിടുതൽ മുതൽ ദൈവം സഹായിച്ച വിധങ്ങൾ ദൈവം വിശദീകരിക്കുന്നതാണ്. എന്നാൽ ഇസ്രായേൽ ദൈവത്തിന് പകരം വിഗ്രഹങ്ങളെ സ്നേഹിച്ചു. ഒരു ജാതിയും തൻ്റെ ദേവനെ മാറ്റിയിട്ടില്ല എന്ന് 11-ാം വാക്യം പറയുന്നു. നമുക്കറിയാം, ചില ആരാധനാലയങ്ങളിൽ അഗ്നിബാധ ഉണ്ടാകാറുണ്ട്. ചില ആരാധനാലയങ്ങളിൽ വെള്ളം കയറി ആ വെള്ളം ഒഴുക്കി അതിനെ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ ചില ആരാധനാലയങ്ങളിലെ കാണിക്കകൾ, അതായത് അവിടുത്തെ വരുമാനം, അത് കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ട്. അവിടുത്തെ ആരാധനാമൂർത്തികളെ പോലും മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ട്. പക്ഷേ ഒരിക്കലും ഭക്തജനങ്ങൾ സ്വന്തം ആരാധനാലയം സൂക്ഷിക്കാൻ കഴിയാത്ത ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഇനി ഞാൻ വരുന്നില്ല എന്നവർ പറയാറില്ല. പക്ഷേ ഇസ്രായേലിനെ മിസ്രയീം മുതൽ പൊന്നുപോലെ സൂക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ച് വളർത്തി വലുതാക്കിയ ദൈവത്തെ അവർ മറക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് അവർ ദൈവങ്ങളല്ലാത്ത സങ്കല്പ ദൈവങ്ങളെ, അബദ്ധ ദൈവങ്ങളെ, കെട്ടുകഥകളെ, ഐതിഹ്യങ്ങളെ അവർ സ്വീകരിക്കാൻ ഇടയായി തീർന്നു എന്ന് സങ്കടത്തോടെ ദൈവം പറയുകയാണ്. ദൈവം ചോദിക്കുകയാണ്, നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങൾ വിളിച്ചാൽ ഈ സങ്കല്പ ദൈവങ്ങൾ ഉത്തരമരുളുമോ? ഇപ്പോൾ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും തൃപ്തി ആശ്വാസവും തരുന്നുണ്ടോ? കാരണം ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പൊട്ടക്കിണറുകളെയാണ് കുഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ദൈവികമായ തൃപ്തിയും സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അബദ്ധ ദൈവങ്ങളെ സേവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതുവരെ ഞാൻ ചെയ്ത കർമ്മങ്ങളുടെ വഴിപാടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഒരു ഉറപ്പും അവർക്കില്ല. അവർ മരിച്ചു കഴിയുമ്പോൾ ശേഷക്രിയ ആളുകൾ ചെയ്തേ തീരൂ. അതുപോലെ വർഷം തോറും അത് ചെയ്തേ തീരൂ. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഉറപ്പാണ്. കാരണം കുരിശിലെ കള്ളനോട് യേശു പറഞ്ഞു, നീ എന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. അപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ ആത്മാക്കൾ തീർച്ചയായിട്ടും മരണസമയത്ത് തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് യേശു ഉയർത്തതുകൊണ്ട് വലിയ ഒരു പ്രത്യാശയുണ്ട്. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വലിയ പ്രത്യാശയുണ്ട്. ദൈവം പറയുകയാണ്, ഞാൻ നല്ല മുന്തിരിവള്ളിയാണ് നട്ടത്, നല്ല മുന്തിരിങ്ങ ഉണ്ടാകുമെന്ന് വിചാരിച്ചു, പക്ഷേ നിങ്ങൾ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചിരിക്കുന്നത്. വിഗ്രഹാരാധനയ്ക്ക് പിന്നാലെ പോയ ഇസ്രായേല്യ പുരോഹിതരും പ്രവാചകരും രാജാക്കളും പ്രഭുക്കളും ഉൾപ്പെടെ നിങ്ങൾ ലജ്ജിക്കുമെന്നാണ് അവസാന 24-25 വാക്യങ്ങൾ, അതുപോലെ 26-27 വാക്യങ്ങൾ. അശൂരിൻ്റെ അടിമ ആകുന്നത് പോലെ മിസ്രൈമിൻ്റെയും അടിമയാകേണ്ടി വരും എന്ന് പറഞ്ഞ് ആണ് ഈ
അധ്യായം അവസാനിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിച്ച് നന്മകളൊക്കെ വാരിക്കോരി തരുമ്പോൾ നാം ഭയപ്പെട്ട് ദൈവത്തെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ അത് ഒന്നൊന്നായിട്ട് തിരിച്ചെടുത്ത് തീർച്ചയായിട്ടും ബാലശിക്ഷ നമുക്ക് തന്ന് നമ്മെ തന്നെ സ്നേഹിക്കുന്നവരാക്കാൻ തനിക്ക് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും, സത്യദൈവം ഒന്നേ ഉള്ളൂ, അവനെ ആയിരുന്നു ആരാധിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് അവൻ ശാസിച്ചത് നന്നായി, ശിക്ഷിച്ചത് നന്നായി എന്ന് ഒരിക്കൽ നമ്മൾ പറയും. ആ ശാസനയും ശിക്ഷണവും കേൾക്കാതെ കർത്താവിനെ ബഹുമാനിക്കാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.